കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. അവിടെ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടിയിരിക്കുകയാണ്. ഒന്നാം ബ്ലോക്കിലെ തടവുകാരനിൽ നിന്നാണ് ഫോൺ പിടികൂടിയത്. രണ്ടാഴ്ചയ്ക്കിടെ ജയിലിൽ നിന്ന് പിടികൂടിയത് 6 മൊബൈൽ ഫോണുകളാണ്. സുനിൽ തുടരുന്നുണ്ട്. സുനിൽ, പുറത്തുനിന്നൊരു സംഘം മൊബൈൽ എത്തിക്കുന്ന സംഘത്തെയൊക്കെ പിടികൂടി അവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നെങ്കിലും ഈ മൊബൈൽ കടത്ത് തടയിടാൻ പോലീസിന് കഴിയുന്നില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിൽ നിന്നായി ഇവർക്ക് വീണ്ടും ഈ ഫോൺ ലഭിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ജയിലിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണോ ഇപ്പോൾ ഫോൺ പിടികൂടിയിരിക്കുന്നത്? സുനിൽ, ദിൽസി, മൊബൈലും ലഹരിയും പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ യഥേഷ്ടം ലഭിക്കുന്നുവെന്ന് പണ്ട് തൊട്ടേയുള്ള ആക്ഷേപമാണ്, ആരോപണമാണ്. എന്തായാലും ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിനു ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുറെ കൂടി കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതായത് കുറെ കൂടി പരിശോധനയൊക്കെ സജീവമാക്കിയിട്ടുണ്ട്. JLDAG ഒക്കെ നേതൃത്വത്തിൽ നേരിട്ട് തന്നെ പല ഘട്ടങ്ങളിലും പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന കൊണ്ടുണ്ടാകുന്ന ഗുണം ജയിലിനുള്ളിലേക്ക് മൊബൈൽ ഫോണുകൾ എത്തുന്നത് തടയാൻ കഴിയുന്നില്ലെങ്കിലും ജയിലിനുള്ളിലെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം ദിൽസി പറഞ്ഞ പോലെ ഈ രണ്ടാഴ്ചക്കിടെ ഇപ്പോൾ 6 മൊബൈൽ ഫോണുകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ 2 സ്മാർട്ട് ഫോണുകളാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ യഥേഷ്ടം മൊബൈൽ ഫോണുകൾ കിട്ടുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ടാണ് നടത്തിയ പരിശോധനയിലാണ് ഒന്നാം ബ്ലോക്കിലെ തടവുകാരനിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടുന്നത്. ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നതിനിടെയാണ് ഇയാളെ ഫോണുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുന്നത്. എന്തായാലും പതിവ് പോലെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇങ്ങനെ ലഹരി പിടിക്കുമ്പോൾ, ഫോണുകൾ പിടിക്കുമ്പോൾ, പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുമ്പോഴൊക്കെ ജയിൽ സൂപ്രണ്ട് നേരെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിവരം അറിയിക്കും. ടൗൺ സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യും അവിടുത്തെ SHO. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ യഥേഷ്ടം വീണ്ടും മൊബൈൽ ഫോണുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടിക്കൊണ്ടേയിരിക്കുന്നത്.